ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് ഒരു സ്കിൻ വൈറ്റനിങ് കം ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് സംഭവം എന്ന്. വേറെ ഒന്നുമല്ല, ഈ ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, ഓവറോൾ ഹെൽത്തിന് നല്ലതാണ്, നമ്മളുടെ ബോഡിക്ക് ബെസ്റ്റ് ആണ് ഈ ഡ്രിങ്ക്. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണും. നമ്മളുടെ സ്കിന്നും ഹെയറും നന്നായിട്ട് ഗ്ലോ ചെയ്യും, ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ മാറും, പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമ്മളുടെ മുഖത്ത് പിമ്പിൾസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. പിമ്പിൾസ് വന്നിട്ട് ഉണ്ടായ പാട്, ഒരുപാട് കാലമായിട്ട് പോവാത്ത പാടുകൾ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. പിന്നെ മെയിനായിട്ട് വയറ് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ റെസിപ്പി നമ്മളുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് താഴെ വന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായി, അധികം വെയിറ്റ് ഇല്ല, വയറുണ്ടെന്നാ, ഡെലിവറിക്ക് ശേഷം വയറ് വന്നിട്ടുണ്ട്, അപ്പോൾ വയറ് കുറയാനായിട്ടൊരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ടിപ്പ് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം ഡ്രിങ്ക് നിങ്ങൾക്ക് വയറ് കുറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മളുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് ഫേസ് പാക്കും ക്രീംസും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഹെയറിലാണെങ്കിലും ഹെയർ വളരാൻ വേണ്ടിയിട്ട് ഓയിൽസും ഹെയർ പാക്സ് ഇടും. നമ്മളുടെ വണ്ണം കുറയ്ക്കാനാണെങ്കിലും ബോഡിനെ നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് വെക്കാനും ഡ്രിങ്ക് കഴിക്കുന്നവരാണ്. അപ്പൊ ഇതിനെല്ലാം കൂടിയിട്ട് ഒരു ഒറ്റ സൊല്യൂഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓൾ ഇൻ വൺ ഹെൽത്ത് ഡ്രിങ്ക് ആണെന്ന് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പൊ നമ്മൾ രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ഈ ഡ്രിങ്ക് എടുക്കേണ്ടത്. ആർക്ക് വേണമെങ്കിലും എടുക്കാം, ഇന്ന ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്ക് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം, വലിയ ചെലവൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനേക്കാൾ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ പോസ്റ്റിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ എന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ എന്തായാലും കമന്റ് സെക്ഷനിൽ അതിന്റെയൊക്കെ ലിങ്ക് ഇടാം, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിന്റെ ഒക്കെ ലിങ്ക് ഇടാം. അപ്പൊ എന്തായാലും മറക്കാണ്ട് ഫോളോ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഞാൻ കൈയളവാണ് കേട്ടോ പറയണത്. അപ്പോൾ 2 കൈ നിറയെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണത് അറിയാലോ, നന്നായിട്ട് മരുന്നൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കഴുകുമ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും സുർക്കയൊക്കെ ഒഴിച്ചിട്ട് ഈ പച്ചക്കറികളൊക്കെ അതിൽ മുക്കി വെച്ചതിന് ശേഷം മാത്രം കഴുകി എടുക്കാം. പിന്നെ വേണ്ടത് ആ കറിവേപ്പിലയുടെ പകുതി അളവ് മല്ലിയിലയാണ്. പിന്നെ അതേ അളവിൽ തന്നെ പുതിന ഇല വേണം. അതായത് 1 കൈ നിറയെ പുതിന ഇല എടുത്തിട്ടുണ്ട്. ഈ ഇലകളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയണില്ല, ഗുണങ്ങളൊക്കെ എത്രത്തോളം നമ്മളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. നമ്മൾ കറിവേപ്പില സാധാരണ കറികളിലൊക്കെ ആഡ് ചെയ്യാറുണ്ടല്ലേ, പക്ഷെ കറി കഴിക്കുന്ന സമയത്ത് കറിവേപ്പില അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കും. ഉള്ളിലേക്ക് അങ്ങനെ ആരും കഴിക്കാറില്ല. ഇത് ഉള്ളിലേക്ക് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മുടി നന്നായിട്ട് തഴച്ചു വളരും. പിന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇതേ ഗുണങ്ങളൊക്കെ തന്നെയാണ് മല്ലിയിലേക്കും അതുപോലെ പുതിനയിലേക്കും. പുതിനയില നമ്മൾ ഇപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഒരു റീഫ്രഷ്മെൻറ്റ് നമുക്ക് തരുമെന്ന് എല്ലാവർക്കും അറിയാം. ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയ്ക്കാനും ബ്രെയിൻ ഹെൽത്ത് കൂട്ടാനും പിന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് പുതിനയില. അപ്പോൾ ഈ ഇലകളും പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഒരു മീഡിയം സൈസ് നെല്ലിക്കയാണെങ്കിൽ 1 എണ്ണം എടുക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ചെറിയ സൈസ് നെല്ലിക്കയാണ്, അത് കാരണം ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടിയും അരച്ചങ്ങോട്ട് എടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെറും വയറ്റിൽ തന്നെ കുടിക്കണം. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേറെ എന്തും നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും. പിന്നെ രാവിലെ ജോലിക്കും പഠിക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ രാത്രി ഫുഡ് കഴിക്കില്ലേ, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കുടിക്കുക. അപ്പോൾ അതായത് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് വേണം കുടിക്കാനായിട്ട്. ജ്യൂസ് എടുത്തതിന് ശേഷം ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങയുടെ നീരെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുരുവൊന്നും പെടാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളുടെ ഹെൽത്ത് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഡ്രിങ്കിൻ്റെ ആകുള്ളൊരു ഡ്രോബാക്ക് എന്താണെന്നറിയോ, നമ്മൾ എന്നും ഉണ്ടാക്കി കഴിക്കണ കാരണം 2-3 ദിവസം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മടിയൊക്കെ തോന്നി തുടങ്ങും. അങ്ങനെ ഒരു മടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാറ്റാനായിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ ഓരോരോ ബാച്ചായിട്ട് എടുത്ത് വയ്ക്കുക. അത് നന്നായിട്ട് കഴുകിയിട്ട് പച്ചക്കറികളൊക്കെ ഓരോ ബാച്ചായിട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് എല്ലാ ദിവസവും അത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ജ്യൂസ് ഉണ്ടാക്കി ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കുടിക്കാം. ആ പച്ചക്കറികൾ കഴുകുകയും പിന്നെ അതുപോലെ അരിയണ പരിപാടിയൊക്കെ എന്നും നമുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് മടുപ്പ് തോന്നാം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസം രാവിലെ നമുക്ക് മടി തോന്നാറുണ്ട്, കാരണം ബാക്കിയുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കണം, യൂസ് ചെയ്യണം. നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഈ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ഒന്ന് ഈ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. എല്ലാവരോടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.